നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യായിരുന്നു. ഒരു 3-4 ഹോംവർക്കുകൾ ഞാൻ പറഞ്ഞു തന്നു. അതിനകത്ത് ഒരു പദപരിചയം 10 വേർഡ്സിന്റെ പകരം പദങ്ങൾ കണ്ടെത്തി എഴുതാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ വാക്കുകൾ? ഒന്നാമത്തേത് നിബിഡം, പാന്തർ, പ്രതിബന്ധം, വാഗ്ദത്തം, അക്ഷമ, സ്തബ്ധർ, സഹതാപം, കളങ്കം, സാക്ഷി, കൃതജ്ഞതാപൂർവം. ഇതിനൊക്കെ പകരം പദങ്ങൾ കണ്ടെത്തി എഴുതാനായിരുന്നു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടെത്തി എഴുതിയില്ലേ? ചില കുട്ടികളൊക്കെ ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇതിന്റെ ആൻസർ ഒന്ന് ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് എഴുതി എടുക്കാൻ എഴുതിയെടുക്കാൻ കിട്ടാത്ത കുട്ടികൾ ഇപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഒന്നാമത്തേത് നിബിഡം. നിബിഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്ങിയത് എന്നാണ് അർത്ഥം. നിബിഡം തിങ്ങിയത് എന്ന് അർത്ഥം വരുന്നു. രണ്ടാമത്തേത് പാന്തർ. പാന്തർ എന്ന് വെച്ചാൽ യാത്രക്കാർ അല്ലെങ്കിൽ വഴിപോക്കർ എന്നൊക്കെ അർത്ഥം വരുന്നു. മൂന്നാമത്തേത് പ്രതിബന്ധം. പ്രതിബന്ധം എന്ന് വെച്ചാൽ വിഘ്നം എന്നാണ് അർത്ഥം വരുന്നത്. വിഘ്നം, അതുപോലെ തന്നെ മുടക്കം, വിരോധം എന്നൊക്കെ നമുക്ക് പറയാം. നാലാമത്തെ വാക്കാണ് വാഗ്ദത്തം. വാഗ്ദത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ടുള്ള ഉറപ്പ്. വാഗ്ദത്തം ചെയ്തു എന്ന് വെച്ചാൽ വാക്കുകൊണ്ടുള്ള ഉറപ്പ് കൊടുത്തു എന്നാണ് അർത്ഥം. അഞ്ചാമത്തേത് അക്ഷമ. അക്ഷമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ജിജ്ഞാസ, കൗതുകം ഒക്കെ പറയാം. അക്ഷമ എന്നാൽ അറിയാനുള്ള അതിയായ ആഗ്രഹം അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം, കൗതുകം, ജിജ്ഞാസ. ആറാമത്തേത് സ്തബ്ധർ. സ്തബ്ധർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിശബ്ദനായി അല്ലെങ്കിൽ നിശ്ചലനായി. സ്തബ്ധനായി നിന്നു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിശബ്ദനായി അല്ലെങ്കിൽ തരിച്ചു നിന്നു, നിശ്ചലനായി നിന്നു, നിശബ്ദനായി നിന്നു എന്നർത്ഥം. ഏഴാമത്തേത് സഹതാപം. സഹതാപം എന്നാൽ അലിവ് തോന്നി, കനിവ് തോന്നി. സഹതാപം തോന്നി എന്നാൽ അലിവ് തോന്നി, കനിവ് തോന്നി, ദയ തോന്നി എന്നൊക്കെ അർത്ഥം. അപ്പൊ സഹതാപം എന്നാൽ അലിവ്, കനിവ് എന്നൊക്കെ അർത്ഥം വരുന്നു. അടുത്തത് എട്ടാമത്തേത് കളങ്കം. കളങ്കം എന്ന് വെച്ചാൽ അപമാനം, നാണക്കേട്. ഇതൊക്കെയാണ് കളങ്കത്തിന്റെ അർത്ഥം. ഒമ്പതാമത്തത് സാക്ഷി. ഏതെങ്കിലും വിവാദമായിട്ടുള്ള വിഷയത്തിലുള്ള തൻ്റെ അറിവ് പറയുക, അതിനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. പപ്പുവിൻ്റെ പപ്പു വണ്ടി ഇടിച്ചത് ഒരു യാചകിയാണ് ഈ ഒരു കഥയിൽ സാക്ഷി പറയുന്നത്. അപ്പൊ സാക്ഷി എന്നാൽ ഏതെങ്കിലും ഒരു വിവാദ വിഷയത്തില്, നമ്മൾക്ക് എന്താണെന്ന് അറിയാത്ത വിഷയത്തില് തൻ്റെ അറിവ് പറയുന്നതിനെയാണ് സാക്ഷി അല്ലെങ്കിൽ സാക്ഷി പറയുക എന്ന് ഞാൻ കണ്ടിട്ട് ഉണ്ട് എന്ന് പറയുന്നതിനാണ് സാക്ഷി പറയുക എന്ന് പറയുന്നത്. അവസാനത്തത് പത്താമത്തത് കൃതജ്ഞതാപൂർവം. കൃതജ്ഞത എന്ന് വെച്ചാൽ നന്ദി എന്നാണ് അർത്ഥം. അപ്പൊ കൃതജ്ഞതാപൂർവം എന്ന് പറഞ്ഞാൽ നന്ദി പൂർവം എന്നർത്ഥം. അടുത്ത ഹോംവർക്ക് ചൊല്ലുകൾ. ഒന്നാമത്തെ ചൊല്ല് കുളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളൂ. രണ്ടാമത്തേത് കുഴിയിൽ താണാൽ കുന്നിലെ പൊങ്ങും. മൂന്നാമത്തേത് കടലുണ്ടിയിൽ ഉറങ്ങിയാൽ കൊയിലാണ്ടിയിലെ ഉണരും. ഒരേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചൊല്ലുകളാണിവ. സമാനാശയം വരുന്ന ചൊല്ലുകൾ നിർമ്മിക്കുക. എന്താണ് ഈ 3 ചൊല്ലുകളും? സമാനാശയം വരുന്ന ചൊല്ലുകളാണ്, ഒരേ ആശയം വരുന്ന ചൊല്ലുകളാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഇതേപോലെ സമാനാശയം വരുന്ന ചൊല്ലുകൾ നിർമ്മിക്കാനാണ് പറയുന്നത്. അപ്പൊ ടീച്ചർ ഈ ചൊല്ലിന്റെ ഒക്കെ അർത്ഥം പറഞ്ഞുതരാം. കുളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളൂ. ഈ ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എവിടെയാണ് കേട്ടത്? ഓടയിൽ നിന്ന് എന്നുള്ള പാഠഭാഗത്തിൽ ഒരു സന്ദർഭത്തിൽ പറയുന്ന ചൊല്ലാണ്
കൊളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളൂ എന്ന്. ഏത് സന്ദർഭത്തിലാണ് അത് പറയുന്നത്? ഓടയിലേക്ക് പെൺകുട്ടിയെ പപ്പുവിന്റെ റിക്ഷ കുത്തിയിട്ട് പെൺകുട്ടി ഓടയിലേക്ക് വീഴുമ്പോ പപ്പുവിന് സമയമില്ല, പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാരനെ എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ പപ്പു എന്ത് ചെയ്യും? പിന്നെ ഞാനിപ്പോ വരാം, നീ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ സമാധാനിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് പപ്പു എന്താ ചെയ്യുന്നത്? യാത്രക്കാരനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പൊ അവിടെയുള്ള ആൾക്കാര് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് കുട്ടി കാര്യം പറയുമ്പോ പിന്നെ യാചകി കാര്യം പറയുമ്പോ എന്താണ് ചിലരുടെ ഒരു അഭിപ്രായം, പപ്പു നേരുള്ളവനാ, പപ്പു നേരും നെറിയുമുള്ളവനാണ്, അവൻ എന്തായാലും തിരിച്ചു വരുമെന്ന്. എന്നാൽ ചില ആൾക്കാരുടെ അഭിപ്രായം എന്താന്ന് വെച്ചാല് പപ്പു തിരിച്ചു വരില്ല, കുട്ടിയെ വെറുതെ കളിപ്പിച്ചതാണ്, അയാള് ആ വഴി അങ്ങ് പോകുമെന്ന്. അപ്പൊ അതിനാണ് പറയുന്നത് കൊളത്തി മുങ്ങിയാല് എന്താണ് കിണറ്റിലെ നീരത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് കുട്ടിയുടെ മനസ്സിൽ തന്നെ ഒരു വാദപ്രതിവാദം നടക്കുന്നുണ്ട്. ഇയാൾ എന്നെ പറ്റിക്കുവോ അതോ തിരിച്ചു വരുവോ എന്നൊക്കെയുള്ള ഒരു വാദപ്രതിവാദം കുട്ടിയുടെ മനസ്സിൽ തന്നെ എന്താണ് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് എന്ത് പറയുന്നത്? പപ്പുവിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ കുട്ടി ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ്, ആ ഒരു സന്ദർഭത്തിലാണ് ഒരു ആള് പറയുന്നത് കൊളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തുള്ളൂ, ഇനി അവനെ നോക്കണ്ട എന്നുള്ള അർത്ഥം അല്ലെ. അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നുള്ള ഒരർത്ഥം, അയാൾ ഇനി വരില്ല എന്നുള്ള ഒരർത്ഥമാണ് ഈ ഒരു പിന്നെ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുഴിയിൽ താണാൽ കുന്നിലെ പൊങ്ങൂ എന്നുള്ളതാണ് അടുത്ത അർത്ഥം. എന്താണ്? ഒരു കുഴി ഉണ്ടെങ്കിൽ അതിൽ താണു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കുന്നിലെ പൊങ്ങുള്ളൂ എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തേത്. ആദ്യത്തേതിന്റെ അതേ അർത്ഥമാണ് രണ്ടാമത്തേനും വരുന്നത്. അപ്പൊ എന്താണ്? വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ്, ഏതെങ്കിലും ഒരു കുഴി ഉണ്ടെങ്കിൽ അത് താന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കുന്നോ മലയോ കണ്ടാൽ അതിനകത്തേ പൊങ്ങുള്ളൂ എന്നുള്ള ഒരു പഴയ ചൊല്ലാണത്. അപ്പൊ വിശ്വസിക്കാൻ പറ്റാത്തവരാണ്, നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അവനെ നമ്പാൻ പറ്റത്തില്ല എന്ന് പറയും. അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്, അയാൾ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാശോ പണമോ ഒക്കെ നമ്മൾ കടം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോ പറയും അവന് കൊടുക്കണ്ട, അവനെ നമ്പാൻ പറ്റില്ല, അവനെ കുഴിയില് താന്നു കഴിഞ്ഞാൽ കുന്നിൽ പൊങ്ങുന്നവനാന്ന് പറയും. അതാണ് രണ്ടാമത്തേതിന്റെ ആശയം. മൂന്നാമത്തേതും അതേ സമാന ആശയം വരുന്നതാണ്. കടലുണ്ടിയിൽ ഉറങ്ങിയാൽ കൊയിലാണ്ടിയിലെ ഉണരൂന്ന്. അതും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്, വഞ്ചകനാണ് എന്നുള്ളൊക്കെ സെയിം അർത്ഥം വരുന്നത് തന്നെയാണ്. കടലുണ്ടി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, കൊയിലാണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു സ്ഥലമാണ്. അപ്പൊ ബസ്സിലൊക്കെ കയറുകയാണെങ്കിൽ കടലുണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ബസ്സിൽ നിന്ന് ഉറങ്ങി കഴിഞ്ഞാൽ കൊയിലാണ്ടിയിൽ എത്തിയിട്ടേ ഉണരുള്ളൂ എന്ന് പറയും. അതൊരു നാട്ടുപദമായിട്ട് നാട്ടുചൊല്ലായിട്ട് പറയുന്നതാണ്. അതിന്റെയും അർത്ഥം ഇത് തന്നെയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്, അയാളെ വിശ്വസിച്ച് ഒന്നും ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ്. അയാൾ വരില്ല, അയാൾ പറ്റിക്കും എന്നുള്ള സെയിം അർത്ഥം തന്നെയാണ് ഈ മൂന്ന് ചൊല്ലുകൾക്കും വരുന്നത്. അപ്പൊ ഇതുപോലെ ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ഇതേ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്നോ അതുപോലെ തന്നെ വരാത്ത ആളാണെന്നോ ഒരു കാര്യം പറഞ്ഞു പോയാൽ അത് നേരെ ചൊവ്വേ പിന്നെ അനുസരിക്കാത്തല്ല ചെയ്യാത്ത ആളാണ് എന്നൊക്കെയുള്ള ഒരു അർത്ഥം വരുന്ന ഒരു ആശയം വരുന്ന ചൊല്ലുകള് നിങ്ങൾ കണ്ടെത്തിയിട്ട് മിനിമം ഒരു 3 ചൊല്ലുകളെങ്കിലും വേണം. അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വളരെ വൃത്തിയായിട്ട് എഴുതുക. ചൊല്ലുകൾ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് ഈ 3 എണ്ണം ടീച്ചർ പറഞ്ഞ ഈ 3 എണ്ണം കൂടാതെ ഒരു 3 എണ്ണം കൂടെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക കേട്ടോ. ഇനി അടുത്ത ഒരു ഹോംവർക്ക് കണ്ടെത്താം, വിശദീകരിക്കാം. അതൊന്ന് ശ്രദ്ധിക്കൂ. ഒരു കുട്ട അകലെ തെറിച്ചു കിടക്കുന്നു. അതിനരികിൽ കുറച്ച് അരിയും 3 മുളകും അല്പം ഉപ്പും ചിതറി കിടക്കുന്നു. രണ്ടാമത്തേത് ഉച്ചയായപ്പോഴ് ഒരു ചട്ടി പച്ചവെള്ളം കുടിച്ചു. മൂന്നാമത്തേത് വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും ഞാനും കൂടി തിന്നോളാം. നാലാമത്തത് ഞാൻ ഒന്നേയുള്ളൂ. ഇതെന്താണ്? കഥയുടെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിന്നെടുത്ത വാക്യങ്ങളാണിവ. ഇതിലൂടെ കുട്ടിയുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കാം? വിശദീകരിക്കുക. ഈ ഓടയിൽ നിന്ന് എന്നുള്ള പാഠഭാഗത്തെ വ്യത്യസ്ത ഭാഗങ്ങളാണിവ.
അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് ഈ കുട്ടിയുടെ ജീവിത സാഹചര്യത്തെ പറ്റിയിട്ട് എന്തെല്ലാം മനസ്സിലാക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, പാഠഭാഗത്തെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് വരുന്നത്? ഒന്നാമത്തേത്, ഒരു കുട്ട അകലെ തെറിച്ചു കിടക്കുന്നു, അതിനരികിൽ കുറച്ച് അരിയും 3 മുളകും അല്പം ഉപ്പും ചിതറി കിടക്കുന്നു. ഏത് സന്ദർഭത്തിലാണ് പാഠഭാഗത്തെ? റിക്ഷ തട്ടിയിട്ട്, പപ്പുവിന്റെ റിക്ഷ തട്ടിയിട്ട് കുട്ടി ഓടയിലേക്ക് തെറിച്ചു വീഴുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓടയിലേക്ക് തെറിച്ചു വീഴുന്ന കുട്ടിയുടെ കയ്യിലെ കുട്ടയും തെറിക്കുന്നു അല്ലെ. അപ്പൊ കുട്ട തെറിക്കുമ്പോൾ അതിൽ നിന്ന് അരിയും മുളകും ഉപ്പും അല്ലെ, അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇരുന്നിരുന്ന അരിയും ഉപ്പും മുളകും ഒക്കെ തെറിച്ചു വീഴുന്നു എന്നാണ് എന്താണ് ഈ ഒരു പാഠഭാഗം. ആ ഭാഗത്തേതാണ് ഇത്. രണ്ടാമത്തേത്, ഉച്ചയായപ്പോഴ് ഒരു ചട്ടി പച്ചവെള്ളം കുടിച്ചു. ഇത് ഏത് ഭാഗത്തിലാണ് പറയുന്നത്? പപ്പു പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ് അല്ലെ. കുട്ടി അവിടെ നിൽക്കുമ്പോ തിരിച്ചു വരികയാണ്. അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ പപ്പു ഓടിക്കുകയാണ്. എന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചിട്ട് പപ്പു ഓടിക്കുകയാണ്. എന്നിട്ട് കുട്ടിയോട് ചോദിക്കുന്നു, നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നു. അവൾ ലക്ഷ്മി എന്ന് പറയുന്നു. നിന്റെ അമ്മയുടെ പേരെന്താന്ന് ചോദിക്കുന്നു. കല്യാണി എന്ന് പറയുന്നു. അപ്പൊ ചോദിക്കുന്നു, നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുക. അപ്പൊ അവൾ എന്താ പറയുന്നത്? ഓ, ഒരു ചട്ടി പച്ചവെള്ളം കുടിച്ചു എന്ന് അല്ലെ. അപ്പൊ ആ ഭാഗമാണ് അത്. പച്ചവെള്ളം കുടിച്ചു എന്ന് കുട്ടി പറയുകയാണ്. മൂന്നാമത്തേത്, വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും ഞാനും കൂടെ തിന്നോളാം. എന്താണ്? വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും ഞാനും കൂടെ കഴിച്ചോളാം, തിന്നോളാം എന്ന് കുട്ടി പറയുകയാണ്. അതേത് സന്ദർഭത്തിലാണ്? പപ്പു എന്താണ്, കുട്ടി ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പപ്പുവിന് മനസ്സിലാവുമ്പോ പപ്പു എന്താ ചെയ്യുന്നത്? ചെന്നിട്ട് കുറച്ച് പഴം വാങ്ങി അല്ലെ, പാളങ്ങോടൻ പഴം വാങ്ങിയിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പൊ കുട്ടി അതിങ്ങനെ കുട്ടയിൽ വെച്ച് ഇങ്ങനെ നിന്നപ്പോ പപ്പു ചോദിക്കുകയാണ് കുട്ടിയോട്, എന്താണ് നീ കഴിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. എന്താ നീ തിന്നാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കുട്ടി പറയാണ്, ഞാൻ തിന്നോളാം, വീട്ടിൽ അമ്മയുണ്ട്, ചെന്നിട്ട് ഞാനും അമ്മയും കൂടെ തിന്നോളാം എന്ന് കുട്ടി പറയുകയാണ്. പിന്നെ ഞാൻ ഒന്നേ ഉള്ളൂ. നാലാമത്തത്, ഞാൻ ഒന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലാണ്? കുട്ടി ചോദിക്കുന്നു, പപ്പു ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്, അമ്മയുടെ പേരെന്താണ്, നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ പപ്പു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇളയതും മൂത്തതും ഇല്ലേന്ന്. അപ്പോ സഹോദരങ്ങൾ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ കുട്ടി പറയുന്ന ആൻസർ എന്താണ്? ഞാൻ ഒന്നേ ഉള്ളൂ എന്ന്. അപ്പൊ അതാണ് ആ പാഠഭാഗം. ഇനി എന്താണ് ചോദ്യം? കഥയുടെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിന്നെടുത്ത വാക്യങ്ങളാണിവ അല്ലെ. അപ്പൊ ഇതിലൂടെ കുട്ടിയുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കാം? വിശദീകരിക്കുക. എന്തെല്ലാമാണ് ഇതിലൂടെ കുട്ടിയുടെ ജീവിത സാഹചര്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാവുന്നത്? ഒന്നാമത്തേത് ദാരിദ്ര്യം അല്ലെ. അവര് കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവൾ ഒരു ചട്ടി പച്ചവെള്ളയാണ് കുടിച്ചിട്ടുള്ളൂ എന്ന് പറയാം. പിന്നെ അവളുടെ വീട്ടിൽ അവളുടെ അമ്മയല്ലാണ്ട് വേറെ ആരും ഇല്ലെന്ന് മനസ്സിലാക്കാം. എനിക്ക് ഇളയതും മൂത്തതും ഒന്നും ഇല്ല എന്ന് അവൾ പറയുന്നതിലൂടെ. മൂന്നാമത്തേത് എന്താണ്? അവള് ഞാനും എന്റെ അമ്മയും കൂടെ കഴിച്ചോളാന്ന് പറയുന്നത് കൂടെ അവൾക്ക് അമ്മയുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ. അതുപോലെ തന്നെ വേറെ എന്ത് മനസ്സിലാക്കാം? അവൾക്ക് അന്നത്തെ ഭക്ഷണത്തിനുള്ള അരിയും സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ഇച്ചിരി അരിയും മുളകും ഉപ്പും മാത്രമേ ഉള്ളൂ. അപ്പം അവര് സാധാ ഒരു ദാരിദ്ര്യ കുടുംബത്തിലുള്ള ഒരു മകളും ഒരു അമ്മയും ഉൾപ്പെടുന്ന ഒരു ദാരിദ്ര്യ കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് ലക്ഷ്മി എന്ന് ഈ ഒരു 4 സെന്റൻസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം. ഇത്രയാണ് ഈ ഒരു കണ്ടെത്താം, വിശദീകരിക്കാം എന്നുള്ളതിന്റെ ഈ പാഠഭാഗത്തെ ആശയം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കുറച്ചും കൂടെ വായിച്ചിട്ട് 2-3 പ്രാവശ്യം ഈ ഓടയിൽ നിന്ന് എന്നുള്ള പാഠഭാഗം വായിച്ചിട്ട് 2-3 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഉത്തരം വളരെ വിശദീകരിച്ച് ടീച്ചർ പറഞ്ഞു തന്നതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വളരെ വിശദീകരിച്ച് നിങ്ങൾ എഴുതണം. അടുത്ത ഹോംവർക്ക്, പപ്പുവിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് കഥയിൽ വെളിവാകുന്നത്? എന്താണ് പപ്പുവിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ കഥയിൽ വെളിവാകുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെ വായിച്ചിട്ടാണ്, എന്തൊക്കെ പപ്പുവിനെ കുറിച്ച് നിങ്ങൾക്ക് വായിച്ചിട്ട് എന്തൊക്കെയാണ് മനസ്സിലായത്? എന്താണ് പപ്പു എന്ന് പറയുന്നത്?
അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത, അച്ഛനും അമ്മയും ഉണ്ട്, അച്ഛനും അമ്മയും ഒക്കെ പല സാഹചര്യങ്ങൾ കൊണ്ട് വിട്ടുപോന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ പപ്പു എന്തിനാണ് ആ നഗരത്തിൽ വന്നിരിക്കുന്നത്? തന്റെ അന്നത്തെ പട്ടിണി മാറ്റാനുള്ള, ഭക്ഷണത്തിനുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നഗരത്തിൽ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ എന്താണ്, പപ്പു ആ നഗരത്തിൽ എത്തുകയും അതിനുശേഷം അവിടെ ഒരു റിക്ഷ വാടകയ്ക്ക് എടുത്തിട്ട് റിക്ഷ ഓട്ടുകയും ചെയ്യുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ആ റിക്ഷ അന്നന്ന് കൂട്ടിവെച്ച സമ്പാദ്യം കൊണ്ട് സ്വന്തമായി ഒരു റിക്ഷ വാങ്ങിക്കുകയും അവിടെ തന്നെ അറിയപ്പെടുന്ന ഒരു റിക്ഷാക്കാരനായിട്ട് മാറുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ പപ്പുവിന് ഒരുപാട് എന്താ പറയാ യാത്രക്കാരെ കിട്ടുന്നു. കാരണം എന്താണ്? പപ്പു ഭയങ്കര സ്പീഡാണ്. എന്നിരുന്നാലും പപ്പുവിനെ എല്ലാവർക്കും വളരെ വിശ്വാസമാണ് അല്ലെ. പപ്പുവിനെ ഇപ്പൊ 5 മിനിറ്റിൽ ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞാല് പപ്പു 5 മിനിറ്റുള്ളിൽ ആ സ്ഥലത്ത് എത്തിച്ചിരിക്കും. കാരണം എന്താ? അതിവേഗതയാണ് പപ്പുവിന്റെ പ്രത്യേകത. ഒന്നാമത്തത് നല്ല സ്പീഡ് ആയിട്ട് നല്ല വേഗത്തിൽ വണ്ടി ഓടിക്കും. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, നല്ല പെരുമാറ്റമാണ് പപ്പുവിന് അല്ലെ. അപ്പൊ ഇത് പിന്നെ മൂന്നാമത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്ര 8-10 മാസമായിട്ട് പപ്പു വണ്ടി ഓടിക്കുന്നു. ഇതുവരെ പപ്പുവിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇല്ല. പപ്പുവിന്റെ വണ്ടി ഇതുവരെ ആരെയും കുത്തിയിട്ടുമില്ല അല്ലെ. അതാണ് എന്താണ് പപ്പുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം എന്തായിരുന്നു? പപ്പുവിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് കഥയിൽ വെളിവാകുന്നത് എന്ന്. ഒന്നാമത്തത് എന്താണ് പറയാ, നമുക്ക് എന്ത് പറയാം, പോയിന്റ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ എന്ത് പറയാം? ജോലിയിലുള്ള വൈദഗ്ധ്യം. എന്താണ്? ജോലിയിലുള്ള വൈദഗ്ധ്യം എന്ന് പറയാം. എന്താണ്? ജോലിയിലുള്ള ആത്മാർത്ഥത. എന്താണ്? ജോലി, പപ്പുവിന്റെ ജോലി എന്താണ്? പപ്പുവിന്റെ ജോലി റിക്ഷയോട്ടുന്നതാണ് പപ്പുവിന്റെ ജോലി. അപ്പൊ പപ്പു ചെയ്യുന്ന ജോലിയോട് പൂർണ്ണമായിട്ടും ആത്മാർത്ഥത പുലർത്താൻ പപ്പു ശ്രമിക്കാറുണ്ട്. അപ്പൊ നല്ല ആത്മാർത്ഥമായിട്ടാണ് പപ്പു ജോലി ചെയ്യുന്നത്. കാരണം അതുകൊണ്ടാണ് എത്ര സ്പീഡിൽ പോയിട്ടും മറ്റുള്ളവര് എന്താണ് വണ്ടി തട്ടുകയൊന്നും ചെയ്യാത്തത് അല്ലെ. അപ്പൊ ഓടയിൽ നിന്ന് ലക്ഷ്മി തെറിച്ചു വീഴുന്നത് പപ്പുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അല്ലെ. അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പൊ ജോലിയിലുള്ള വൈദഗ്ധ്യം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത് ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ. എന്താണ് ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ പപ്പുവിന് അന്ന് വരെ ജീവിതത്തെ കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു അല്ലെ. അന്നത്തെ ഭക്ഷണം കഴിക്കുക, അന്നന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നാളത്തേന് സമ്പാദിക്കണം എന്നില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷകളും ഇല്ലായിരുന്നു. അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ പപ്പുവിന്, ഒരു ആഗ്രഹം മാത്രമേ പപ്പുവിന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ലക്ഷ്മിയെ കണ്ടുമുട്ടുന്നത് മുതൽ പപ്പുവിന്റെ ജീവിതത്തില് പുതിയ പ്രതീക്ഷകൾ വരികയാണ്. നാളെ അവളെ കാണണം, അവളോട് സംസാരിക്കണം എന്നുള്ള പുതിയ പുതിയ പ്രതീക്ഷകൾ പപ്പുവിന് എന്താണ് വരികയാണ്. അതാണ് ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് എന്താ? പ്രതിബന്ധങ്ങളെ ഭയമില്ല. പ്രതിബന്ധങ്ങളെ പപ്പുവിന് ഭയമുണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താ? പപ്പുവിനെ കാത്തിരിക്കാൻ ആരുമില്ല. പപ്പുവിന് വീടില്ല. പപ്പു അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് വന്നയാളാണ്. പപ്പുവിന് വീടില്ല, പപ്പുവിന് മറ്റു സഹോദരങ്ങളില്ല, കുടുംബാംഗങ്ങളില്ല, പിന്നെ കൂട്ടുകാരില്ല, ആരുമില്ല. അതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങളെ കുറിച്ച് പപ്പുവിന് ഒരു ഭയവും ഇല്ലായിരുന്നു. എന്താണ് മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് പറയുന്നു, മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഭയങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വേഗത്തില് പപ്പുവിന് വണ്ടി ഓടിക്കാൻ കഴിയുന്നത് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വണ്ടി ഓടിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഞാൻ ഇന്ന് വീട്ടിൽ എന്നെ കാത്തിരിക്കാൻ ആളുണ്ട് എന്ന് വരുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവും. അപ്പം എന്നെ കാത്തിരിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിക്കും എന്നുള്ള ഒരു ഇതിനാണ് പറയുന്നത്. പ്രതിബന്ധങ്ങളെ പപ്പുവിന് ഭയമില്ലായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോ എന്താണ് ഇവ വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി വിശദമാക്കുക. അപ്പൊ ഈ കഥയാണ് ഞാൻ പറഞ്ഞത്, ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും സംഭവങ്ങള് എന്താണ്
കൂട്ടിച്ചേർത്ത് നിങ്ങൾ എന്താണ് ഇത് വിശദീകരിച്ചെഴുതണം. മനസ്സിലായില്ലേ? പപ്പുവിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് കഥയിൽ വെളിവാകുന്നത്? ഒന്ന് ജോലിയിലുള്ള വൈദഗ്ധ്യം, രണ്ടാമത്തത് ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ, മൂന്നാമത്തത് പ്രതിബന്ധങ്ങളെ ഭയമില്ല. അപ്പൊ ഇതൊക്കെ വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ കഥയിൽ ഏതൊക്കെ ഭാഗത്താണോ വരുന്നത് അതൊക്കെ നിങ്ങൾ വിശദമായിട്ട് വായിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വിശദീകരിച്ച് എഴുതുക. ഞാൻ ഈ പറഞ്ഞു തന്ന ഈ 3 പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് വിശദീകരിച്ച് എഴുതുക. അത്രമാത്രം ഉൾപ്പെടുത്തിയാൽ മതി. അത് ഉൾപ്പെടുത്തിയിട്ട് വളരെ വിശദീകരിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതുക. പിന്നീട് നമുക്ക് ഒരു അവസാനത്തെ ഒരു തുടർ പ്രവർത്തനം കൂടിയുണ്ട്. എന്താണ്? ചുവർ പത്രിക തയ്യാറാക്കുക. പി കേശവദേവ് എഴുതിയ ഒരു കത്തിലെ വാക്യങ്ങളാണിത്. വാക്യങ്ങൾ ടീച്ചർ ഒന്ന് വായിക്കാം. ഓടയിൽ നിന്ന് ആണ് എന്റെ ആദ്യ നോവൽ. ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ എന്തെങ്കിലും വേണം. അതാണ് ആ നോവലിന്റെ അടിസ്ഥാനം. ഓടയിൽ നിന്ന് എന്ന നോവൽ വായിക്കൂ. നോവലിനെയും എഴുത്തുകാരനെയും കുറിച്ചുള്ള കുറിപ്പുകളും ചിത്രങ്ങളും അടങ്ങിയ ചുവർ പത്രിക തയ്യാറാക്കുക. അപ്പൊ ഇത് നിങ്ങൾ തന്നെ ചെയ്യണം, ചുവർ പത്രിക തയ്യാറാക്കുന്നത്. അപ്പൊ പി കേശവദേവിന്റെ കത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓടയിൽ നിന്ന് ആണ് എന്റെ ആദ്യ നോവൽ. ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ എന്തെങ്കിലും വേണം. അതാണ് ആ നോവലിന്റെ അടിസ്ഥാനം. എന്താണ് അതിന്റെ അർത്ഥം? ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ ആരെങ്കിലും വേണം, പ്രതീക്ഷകൾ വേണം, അല്ലെ? ഓടയിൽ നിന്ന് എന്നുള്ള പാഠഭാഗത്ത് പപ്പുവിന് ഇല്ലാത്തതും അതായിരുന്നു. പപ്പുവിന് പ്രതീക്ഷകളില്ലായിരുന്നു, സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു, കുടുംബാംഗങ്ങളില്ലായിരുന്നു, അച്ഛനും അമ്മയും ആരുമില്ലായിരുന്നു, അല്ലെ? അപ്പൊ ജീവിതത്തെ കുറിച്ച് പപ്പുവിന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അപ്പോ എന്താണ്? പപ്പു ലക്ഷ്മിയെ കണ്ടുമുട്ടുന്നതോട് കൂടിയിട്ട് പപ്പുവിന് ഒരു പ്രതീക്ഷയുണ്ടായി. പിന്നെ പപ്പുവിനെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് പപ്പുവിന് തോന്നുകയാണ്. പിന്നെ ആ കഥാഭാഗം മുഴുവനായിട്ട് നമ്മൾ വായിച്ചതാണ്, നമ്മളെ ടീച്ചർ വായിച്ചു തന്നതാണ്. അപ്പൊ അതിലെന്താണ്? പപ്പു ലക്ഷ്മിയുടെ വീട്ടിലേക്ക് താമസിക്കുന്നു. ലക്ഷ്മിയുടെ ആവശ്യപ്രകാരം പിന്നീട് പപ്പുവിനെ സ്നേഹിക്കാൻ ലക്ഷ്മിയുടെ അമ്മയും ലക്ഷ്മിയും പപ്പുവിന്റെ ഒരു കുടുംബാംഗത്തെ പോലെ ആയിട്ട് മാറുകയാണ്. അവളെ സംരക്ഷിക്കേണ്ട ചുമതല പപ്പു ഏറ്റെടുക്കുകയാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സന്ദേശം. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവണമെങ്കിൽ ഈ ഒരു പാഠഭാഗത്തിന്റെ ഒരു സന്ദേശമാണ് ടീച്ചർ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവണമെങ്കിൽ എങ്ങനെയായാലും നമ്മൾക്ക് സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ ഒരാള് വേണം. അച്ഛനോ അമ്മയോ കുടുംബാംഗങ്ങളോ പിന്നെ സഹോദരങ്ങളോ ഒക്കെ വേണം എന്നുള്ളതാണ് കഥാകൃത്ത് ഈ ഒരു കത്തിലൂടെ തന്നെ വിശദമാക്കുന്നത്. അപ്പം എന്താണ്? നോവലിനെയും എഴുത്തുകാരനെയും കുറിച്ചുള്ള കുറിപ്പുകളും ചിത്രങ്ങളും അടങ്ങിയിട്ടുള്ള ചുവർ പത്രിക തയ്യാറാക്കുക. ഇതിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നോവലിനെ കുറിച്ച് എഴുതാം, എഴുത്തുകാരനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കൃതികൾ എഴുതാം, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ എഴുതാം, ഏതൊക്കെ നോവലുകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്, അദ്ദേഹം വേറെ എന്തെങ്കിലും ചെറുകഥകളോ ഒക്കെ രചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരുകളും സംഭവങ്ങളും ഒക്കെ ഉൾപ്പെടുത്താം. അതുപോലെ ഈ നോവലിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താം ഒക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു ചുവർ പത്രിക നിങ്ങൾ തയ്യാറാക്കുക. അതാണ് അവസാനത്തെ ഹോംവർക്ക്. അപ്പൊ ടീച്ചർ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും വളരെ വിശദമായി ഭംഗിയോടുകൂടി തന്നെ നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ഇനിയിപ്പോ സ്കൂൾ തുറക്കുമ്പോഴും ഓരോ ചാപ്റ്ററിന്റെയും പേരെഴുതിയിട്ട് എല്ലാ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ഹോംവർക്കുകളും അതിൽ കാണണം. അതിനു മുമ്പ് തന്നെ ടീച്ചർക്ക് അയച്ചു തരണം. എന്നിരുന്നാലും എല്ലാ ഹോംവർക്കുകളും ഓരോ ദിവസവും ടീച്ചർ പറയുന്ന ഓരോ പാഠഭാഗത്തിന്റെയും എല്ലാ ഹോംവർക്കുകളും കുട്ടികളുടെ നോട്ട്ബുക്കിൽ നിർബന്ധമായിട്ടും കാണണം എന്നുള്ളത് ടീച്ചർ ഒരിക്കൽ കൂടി പറയുവാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഹോംവർക്ക് ഈ പാഠഭാഗത്തെ തുടർ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പാഠഭാഗം ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. നന്ദി.